നമ്മുടെ അറയ്ക്കൽ വീട്ടിൽ അതും സംഭവിച്ചിരിക്കുകയാണ്. ഏത് കാര്യമാണെന്നറിയാമോ? നമ്മുടെ പ്രിയമോളോട് കടുപ്പിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ്. ഇത്രയും നാളായിട്ട് പ്രിയമോളെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും പറയാതിരുന്ന നമ്മുടെ ഗോവിന്ദ് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രിയമോളോട് ഇങ്ങനെ കടുപ്പപ്പെട്ട വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടായിരിക്കും. അത് പറയാനായിട്ട് റെഡിയായിട്ട് ഞാനും ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. പിന്നെ ലൈക്ക് തരണം. ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരണം. പിന്നീട് ലൈക്ക് തരാം എന്ന് പറഞ്ഞിട്ടിരുന്നാൽ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ തന്നേക്കൂ. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കാഞ്ചനയും രാധികാമ്മയുമാണ്. രാധികാമ്മ പറഞ്ഞു കൊടുത്തത് പ്രകാരം നമ്മുടെ കാഞ്ചന അപ്ലാസിക് അനീമിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പോവുകയാണ്. അപ്പോൾ വരുൺ അങ്ങോട്ട് വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, എന്താ അമ്മ ഇവളീ പറഞ്ഞുകൊണ്ട് പോകുന്നത്, എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയുകയാണ്, വരുണേ, അവളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൾ പോയിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ വരുൺ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്താ അമ്മയ്ക്ക് തോന്നുന്നത്? ഇവളോട് എന്തെങ്കിലുമൊക്കെ രഹസ്യം പറഞ്ഞാലുണ്ടല്ലോ ഇവളത് 10 പേരെ അറിയിക്കും. എൻ്റെ വരുണേ, രഹസ്യം പറഞ്ഞാൽ 10 പേരെ അറിയിക്കും. അപ്പോൾ 10 പേരെ അറിയേണ്ട കാര്യങ്ങളാണെങ്കിലോ അവളോട് പറയുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ എന്താണമ്മേ കാര്യം എന്നിങ്ങനെ തിരക്കുമ്പോൾ രാധികാമ്മ പറയാണ്, എടാ വരുണേ, ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, അതൊക്കെ പിന്നീട് നിനക്ക് വഴിയേ മനസ്സിലാവും. അപ്പോൾ വരുൺ പറയണേ, എന്നാലും എന്നോടൊന്ന് പറഞ്ഞുകൂടെ അമ്മേ, ഞാനൊന്ന് അറിഞ്ഞിരിക്കട്ടെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ രാധികാമ്മ കാര്യം പറയുകയാണ്. കാര്യം പറയുന്നതെന്ന് വെച്ചാൽ രാധികാമ്മ പറയുന്നത് രഞ്ജുവിനെ ഇവിടെ നിന്നും ഓടിക്കണം. പ്രിയമോൾക്ക് അവളിവിടെ നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല. പക്ഷേ നേരെ ചെന്ന് എനിക്ക് ഒന്നും പറഞ്ഞ് രഞ്ജുവിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഗീതു നമുക്കെതിരെ തിരിയും. പിന്നീട് ഗീതുവിൻ്റെ കൈവശമുള്ള ആ വീഡിയോ ഗീതു ഗോവിന്ദിനെ കാണിക്കും. അങ്ങനെ വരുമ്പോൾ ഞാനും നീയും ഒക്കെ ഇവിടെ നിന്നും പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കരുതലോടുകൂടി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ അപ്ലാസിക് അനീമിയ എന്ന് പറയുന്ന ഒരു രോഗത്തിനടിമയാണല്ലോ രഞ്ജു. അപ്പോൾ ആ കാര്യം കാഞ്ചന വഴി നമ്മളാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ നിന്നും പ്രശ്നമാവും. കാരണം കണ്ണൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് രഞ്ജു ഒരിക്കലും ഈ അസുഖത്തിൻ്റെ കാര്യം അറിയരുതെന്ന്. അപ്പോൾ ഇത് കാഞ്ചന വഴി അറിയുമ്പോൾ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ കാഞ്ചന ചെന്നിട്ട് ഈ ഒരു രോഗത്തിന് അടിമയാണെന്ന് രഞ്ജു അടിമയാണെന്നും ഗോവിന്ദ് രഞ്ജുവിനെ ഇവിടെ കൊണ്ടു നിർത്തിയത് അവളുടെയുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടൊന്നും അല്ല, ഏത് നിമിഷവും മരിക്കാവുന്ന ഒരു രോഗത്തിന് അടിമയായതുകൊണ്ടുള്ള സഹതാപം കൊണ്ട് മാത്രമാണെന്ന് ധരിപ്പിക്കുന്ന സമയത്തിന് രഞ്ജുവിനുണ്ടല്ലോ ശരിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ ആരുടെയും സഹതാപം മേടിച്ച് ഇവിടെ താമസിക്കാനായിട്ട് രഞ്ജു നോക്കത്തുമില്ല. അങ്ങനെ വരുമ്പോൾ രഞ്ജു ഇവിടെ നിന്നും ആരും ആട്ടി ഇറക്കാതെ തന്നെ താനേ സ്വയമേ ഇറങ്ങിപ്പോവും എന്നിങ്ങനെ പറയുകയാണ്. രഞ്ജു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നീട് നമുക്ക് ഗീതുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ടത് ഗീതുവിനെ എങ്ങനെ ഇവിടെ നിന്ന് തുരത്തുക എന്നുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ രാധികാമ്മ നമ്മുടെ വരുണിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വരുൺ പറയാണ്, അമ്മേ ഈ ഐഡിയ വർക്കൗട്ട് ആവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണം, എടാ നീ ധൈര്യമായിട്ടിരിക്കുക, ഇത് എന്തായാലും വർക്കൗട്ട് ആവും എന്നിങ്ങനെ പറയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ, ഗോവിന്ദും ഗീതുവും വരുന്നതിന് മുമ്പായിട്ട് ഗോവിന്ദും ഗീതുവും വരുന്നതിന് മുമ്പായിട്ട് എന്താ പറയുന്നത്, നമ്മുടെ കാഞ്ചന ഈ കാര്യം അവതരിപ്പിച്ചാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ നമ്മുടെ ഗോവിന്ദും ഗീതും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഡോക്ടർ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഡോക്ടർ, ഇപ്പോൾ എങ്ങനെയുണ്ട്? വിലാസിനിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, സർജറിയൊക്കെ നല്ല രീതിയിൽ നടന്നു, വേറെ പ്രശ്നമൊന്നുമില്ല, ട്യൂമർ മുഴുവനായിട്ട് നീക്കം ചെയ്യാൻ സാധിച്ചു, അതുകൊണ്ട് ഇനി ട്യൂമറിൻ്റെ കാര്യത്തിൽ പേടിക്കേ വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതു ചോദിക്കുകയാണ്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും അമ്മയ്ക്ക് ഇതിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഡോക്ടർ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ട്യൂമറിൻ്റെ ശല്യം ഉണ്ടാവും, പിന്നെ നമുക്ക് ചെക്കപ്പുകളൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടേ ഇരിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗീതു പറയണേ, എൻ്റെ അമ്മ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ ഡോക്ടർ പറയണേ, എന്തായാലും ഉടനെ കാണണ്ട, എന്തായാലും പേഷ്യൻ്റ് ഇപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, നാളെ കാണാം എന്നിങ്ങനെ ഗീതുവിനോട് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ
ഗീതു ഗോവിന്ദനോട് പറയുകയാണ്, എന്തായാലും എൻ്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല, പക്ഷേ ദൈവങ്ങൾ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് അറയ്ക്കലാണ്. അറയ്ക്കലിൽ നമ്മുടെ രഞ്ജുവിനെയും കൊണ്ട് നമ്മുടെ കാഞ്ചന പോവുകയാണ്, മുറി കാണിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു മുറിയിലേക്ക് കതവ് തുറന്ന് പ്രവേശിക്കുകയാണ്. മുറി കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കുളുസ് മുറിയാണ്. ആ മുറിയിലെന്ന് പറഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഭയങ്കര ഇരുട്ടാണ്, പിന്നെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ രഞ്ജു ഇങ്ങനെ മൂക്കിലിങ്ങനെ സാരി തുമ്പ് പിടിച്ച് പൊത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് കാഞ്ചന പറയുകയാണ്, അതെ രഞ്ജു പാപ്പാ, ഇത് നാറ്റമൊന്നും അല്ല, പിന്നെ ഞാൻ ഇതിനകത്ത് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ സെൻറ്റിൻ്റെ മണമാണെന്ന് പറയുകയാണ്. അങ്ങനെ അപ്പോൾ രഞ്ജു എന്ത് ചെയ്യുന്നോ, ലൈറ്റ് ഇടുകയാണ്. മുറിയിൽ ലൈറ്റ് ഇടുമ്പോൾ ഒട്ടും വെളിച്ചമില്ലാത്തൊരു മുറിയാണ്. അങ്ങനെ ലൈറ്റ് ഇടുന്ന സമയത്ത് ട്യൂബ് ലൈറ്റാണ്, അത് കത്തുന്നില്ല, ഇങ്ങനെ മിന്നി ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ രഞ്ജു ചോദിക്കുകയാണ്, എന്താ ഈ മുറിയിൽ എന്താ വെളിച്ചമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാഞ്ചന പറയുകയാണ്, ഈ മുറിയിൽ വെളിച്ചമൊന്നുമില്ല രഞ്ജു പാപ്പ, എന്നാലും പേടിക്കേണ്ട ഒരു കാര്യമില്ല, നല്ല മുറിയാണ് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ രഞ്ജു ഫാൻ ഇടുകയാണ്. എന്താ ചൂട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫാൻ ഇടുമ്പോൾ, ഫാനാണെങ്കിലുണ്ടല്ലോ ഭയങ്കര കാറ്റാണ്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയാനകമായ ശബ്ദത്തിലുള്ള കാറ്റ്, ഭയങ്കര കൊടുങ്കാറ്റ്. അപ്പോൾ തന്നെ രഞ്ജു ചോദിക്കുകയാണ് കാഞ്ചനയോട്, ഇതെന്താ കൊടുങ്കാറ്റോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ കാഞ്ചന പറയണം, എൻ്റെ രഞ്ജു പാപ്പ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ മുറിയിൽ വെളിച്ചമില്ലാത്തതിൻ്റെ ആ ഒരു കുറവ് ഈ ഫാൻ നികത്തിക്കോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രഞ്ജുവിനൊന്നും മനസ്സിലാവുന്നില്ല. രഞ്ജു ചോദിക്കുകയാണ്, കാഞ്ചന നീ എന്താ പറയുന്നത്? എൻ്റെ രഞ്ജു പാപ്പ, ഈ മുറിയിൽ വെളിച്ചമില്ലാത്തത് കൊണ്ടേ ഇതിനകത്ത് ഇരുട്ടത്ത് കിടക്കുമ്പോൾ പേടി തോന്നില്ല, കാരണം ഈ ഫാനിൻ്റെ ഒച്ച ഉള്ളത് കൊണ്ട് എപ്പോഴും ഇതിനുള്ളിൽ ആളുണ്ടെന്ന് രഞ്ജു പാപ്പയ്ക്ക് തോന്നും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രഞ്ജു പറയാണ്, ഈ മുറി എന്തായാലും എനിക്ക് പറ്റില്ല, എനിക്ക് ഈ മുറി വേണ്ട എന്ന് തന്നെ പറയാണ് രഞ്ജു. ഈ വീട്ടിൽ ഒത്തിരി മുറികളുണ്ടല്ലോ, എന്നിട്ട് എന്തിനാ ഈ നശിച്ച മുറി എനിക്ക് വേണ്ടിയിട്ട് തന്നത്? ഈ കുളുസ് മുറിയിലാണോ ഞാൻ കിടക്കേണ്ടത്? ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ഒന്നും ഇല്ലാത്ത ഈ മുറി എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കാഞ്ചന പറയാണ്, അയ്യോ അതൊന്നും പറ്റില്ല കേട്ടോ, ഈ മുറിയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ ഉള്ള നല്ല മുറികളൊക്കെ ഒരെണ്ണം ഗോവിന്ദ് മാമയും ഗീതുപ്പാപ്പയും ഉപയോഗിക്കുന്നതാണ്, പിന്നെ ഒരെണ്ണം രാധിക മാമിയുടേത്, പിന്നെ വരുണിൻ്റെ മുറിയാണുള്ളത്, പിന്നെ ഉള്ളത് ചെറിയ ചെറിയ മുറികളൊക്കെ ഇതുപോലത്തെ ഉള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കാഞ്ചന. അപ്പോൾ ആ സമയത്ത് രഞ്ജു പറയണം, അങ്ങനെ അല്ലല്ലോ, ഗോവിന്ദേട്ടൻ്റെ മുറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വേറെ 2 വലിയ മുറികളുണ്ടല്ലോ, ആ മുറിയൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കാഞ്ചന പറയുകയാണ്, അതൊന്നും ഫ്രീ ആയിട്ട് കിടക്കുന്നതൊന്നും അല്ല, അതിനകത്തെ ഒരു മുറിയിലുണ്ടല്ലോ രാധിക മാമിയുടെ ഭർത്താവില്ലേ ഗോവിന്ദ് മാമാരെ അച്ഛൻ, അദ്ദേഹം മരിച്ചു പോയിട്ട് ആവി പിശാസ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ആ മുറിയിലാണ് ആവാഹിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ രഞ്ജു ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ വേറൊരു മുറിയുണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത്, ആ മുറിയിൽ എന്തായാലും പിശാചും ഭൂതവും ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ കാഞ്ചന പറയണ, ആര് പറഞ്ഞില്ലെന്ന്, ആ മുറിയിലെ ഗോവിന്ദ് മാമയുടെ അമ്മയുടെ ഭൂതമാണ് അതിനകത്ത് കിടക്കുന്നത്, ഭൂതു എന്നിങ്ങനെ രഞ്ജു ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ കാഞ്ചന പറയണം, പിന്നെ അല്ലാതെ പിശാസ് പേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രഞ്ജു പറയുകയാണ്, അത് കൊള്ളാം, ഇത് നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങനെ ഈ തോന്നിയാസം? രാധിക മാമി തന്നെയാണ് പറഞ്ഞത്. ഗോവിന്ദേട്ടൻ്റെ അച്ഛൻ മരിച്ച ആളുടെ ആത്മാവ് ഒരു മുറിയിലുണ്ടെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കൊള്ളാം. ജീവിച്ചിരിക്കുന്ന അമ്മയെ ഇപ്പോൾ കൊള്ളിവെച്ചതാരാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഗോവിന്ദ മാമയുടെ അമ്മ ജീവിച്ചിരിക്കുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രഞ്ജു പറയണം, ഇതാരാ നിന്നോട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അത് മറ്റാരുമല്ലേ, എൻ്റെ അടുത്ത് രാധിക മാമി തന്നെ ഇത് പറഞ്ഞത്, രാധിക മാമി പറഞ്ഞു കഴിഞ്ഞാൽ സത്യം തന്നെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഉടനെ തന്നെ നമ്മുടെ നമ്മുടെ കാഞ്ചനയെ നമ്മുടെ രാധികാമ്മ പഠിപ്പിച്ചു വിട്ട സംഭവമില്ലേ, അപ്ലാസിക് അനീമിയ, ആ ഒരു കാര്യം പെട്ടെന്ന് കാഞ്ചനയ്ക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ കാഞ്ചന പറയുകയാണ്, അതെ രഞ്ജു പാപ്പ, പ്ലാസ്റ്റിക് അമോണിയ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ രഞ്ജി ചോദിക്കുന്നു, പ്ലാസ്റ്റിക് അമോണിയ അതെന്താ സാധനം? അത് പ്ലാസ്റ്റിക് അമോണിയ രോഗം വന്നു കഴിഞ്ഞാലേ
പെട്ടെന്ന് മരിച്ചു പോകും. പ്ലാസ്റ്റിക് അമോണിയ ഉള്ളത് കൊണ്ടാണ് ഗോവിന്ദ മാമയ്ക്ക് ഇത്രയും സ്നേഹം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ രഞ്ജു ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എന്ത് പ്ലാസ്റ്റിക് അമോണിയ, അതെന്തോന്നാ സാധനം എന്നിങ്ങനെ പറയുകയാണ്. അത് വന്ന് പ്ലാസ്റ്റിക് അമോണിയ പെട്ടെന്ന് മരിച്ചു പോകുന്നൊരു രോഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ഗീതു വന്ന് നിൽക്കുകയാണ്. ഗീതു ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ രഞ്ജു ചോദിക്കുകയാണ്, അതെന്താ നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? അതെന്ത് രോഗമാണ്? എനിക്കറിയില്ലല്ലോ, നീ ഒന്ന് പറഞ്ഞേ. അത് ഞാൻ പറഞ്ഞു തരാം, അതെന്താണെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാഞ്ചന പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഗീതു അതിൻ്റെ ഇടയിലോട്ട് വരികയാണ്. ഗീതു പറയണ, ആഹാ രഞ്ജുവിന് മുറി കിട്ടിയില്ലേ? അപ്പോൾ ഉടനെ രഞ്ജു പറയണം, നോക്ക് ഗീതു, എനിക്ക് ഈ എന്താ പറയുന്നത്, ആവശ്യത്തിന് കാറ്റും വെളിച്ചം ഒന്നും കയറാത്ത ഈ വൃത്തികെട്ട മുറിയാണ് എനിക്ക് തന്നത്. എനിക്ക് ഈ മുറി പറ്റില്ല, എന്തായാലും എനിക്കിത് വേണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ഗീതു പറയണം, അതിനെന്താ, നിനക്ക് ഇവിടെ എത്രയോ നല്ല മുറികളുണ്ട്, പിന്നെ നീ എന്തിനാ ഈ മുറിയിൽ കിടക്കുന്നത്? നീ പുറത്തോട്ട് പോര്, നിൻ്റെ മുറി നല്ല മുറി നിനക്ക് കൊണ്ടുവച്ച് തരാം. കാഞ്ചനെ, മുകളിൽ 2 മുറി ഒഴിഞ്ഞതുണ്ടല്ലോ, ആ മുറിയിൽ രഞ്ജുവിൻ്റെ ലഗേജൊക്കെ കൊണ്ടുവയ്ക്കുക എന്നിങ്ങനെ പറയണം. അപ്പോൾ കാഞ്ചന പറയണം, അയ്യോ അതൊന്നും പറ്റില്ലേ? എന്താ പറ്റാത്തത്? അത് വന്ന് 2 മുറിയിലും ഗോവിന്ദ മാമാരെ അച്ഛൻ്റെ അമ്മയുടെ ആത്മാക്കളെ പേയിനെ അടക്കം ചെയ്ത് വെച്ചിരിക്കുക, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. നിന്നോട് ഇത് ആരാ കാഞ്ചനെ പറഞ്ഞത്? രാധിക മാമി പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതുവിന് മനസ്സിലായി, കൊള്ളാം, ഈ തള്ളയാണ് ഇതിനെല്ലാം കാരണം അല്ലേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് രഞ്ജി ചോദിക്കണം, അല്ല ഗീതു, ഈ കാഞ്ചന കുറേ നേരം കൊണ്ട് ഒരു രോഗത്തെക്കുറിച്ച് പറയുകയാണ്, പ്ലാസ്റ്റിക് അമോണിയ എന്ന്. അതെന്ത് തരം രോഗമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ എന്ത് പറയണമെന്നറിയാതെ ഗീതു നിന്ന് പരിങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ഗീതുവിന് ഇഷ്ടംപോലെ കള്ളത്തരങ്ങൾ സ്റ്റോക്ക് ഉണ്ടല്ലോ. അപ്പോൾ തന്നെ ഗീതു പറയണം, അത് രഞ്ജു, അത് വേറൊന്നുമല്ല, അമോണിയ. ഇപ്പോൾ ഇവിടെ മേടിക്കുന്ന മീനുകളിലൊക്കെ അമോണിയ ഇട്ട മീനുകളല്ലേ കിട്ടുന്നത്. അപ്പോൾ അതേക്കുറിച്ച് കാഞ്ചന പറഞ്ഞതാണ് എന്നിങ്ങനെ പറയണം. അമോണിയ മീനോ? അതിന് നമ്മൾ മീനിൻ്റെ കാര്യമൊന്നും സംസാരിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയണം. ഉടനെ ഗീതു ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്, ഇങ്ങനെ തന്നെ നോക്കുകയാണ് നമ്മുടെ കാഞ്ചനെ. അപ്പോൾ ഉടനെ കാഞ്ചന പറയണം, അത് വന്ന് ശരിയാണ്, ഇവിടെ അമോണിയ ഇട്ട മീനുകൾ കിട്ടുന്നത് കൊണ്ടേ ഞാൻ നേരെ ഫിഷ് മാർക്കറ്റിൽ പോയി ഒറിജിനൽ മീൻ താൻ കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ കാഞ്ചന. അപ്പോൾ തന്നെ നമ്മുടെ കാഞ്ചനയുടെ കയ്യിൽ പിടിച്ചിട്ട് ഗീതു പറയണ, കാഞ്ചനയൊക്കെ താഴേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങളെ സംസാരിക്കാനുണ്ട്, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് കാഞ്ചനയെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ് ഗീതു. കൊണ്ടുപോയിട്ട് രഞ്ജുവിൻ്റെ ദൃഷ്ടി പതിയാത്ത വേറൊരു ഭാഗത്തേക്ക് കൊണ്ടു നിർത്തിയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന കൈയുടെ ഈ ഭാഗം തന്നെ ഞെവിടി കൂട്ടി പിടിച്ചിരിക്കുകയാണ്, നോവിച്ച് പിടിച്ചിരിക്കുകയാണ് ഗീതു. അതിനുശേഷം താഴേക്ക് മാറിക്കൊണ്ടുപോയിട്ട് ചോദിക്കണം, കാഞ്ചനെ, നിന്നോട് ആരാ പറഞ്ഞത് രഞ്ജുവിൻ്റെ ഈ അസുഖത്തെക്കുറിച്ച് പറയാനായിട്ട്? നീ കൊള്ളാലോ, കണ്ണേട്ടൻ പ്രത്യേകം പറഞ്ഞതല്ലേ അതേക്കുറിച്ച് ഒരിക്കലും ഒരു കാലത്തും അവൾ അറിയരുതെന്ന്. എന്നിട്ട് നിനക്കത് പറയണമെന്ന് തോന്നിയല്ലേ? മര്യാദയ്ക്ക് നിൻ്റെ ബാഗും കിടക്കേക്ക് എടുത്തോ. ഇന്നത്തത് കൊണ്ട് ഇവിടുത്തെ പൊറുതി മതിയാക്കി പൊയ്ക്കൊള്ളണം. ഇനി ബാക്കിയൊക്കെ കണ്ണേട്ടൻ ഇങ്ങോട്ട് വരട്ടെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ കാഞ്ചന പറഞ്ഞു, അയ്യോ എന്നെ പറഞ്ഞു വിടരുതേ ഗീതു പാപ്പ, എന്നെ പറഞ്ഞു വിടരുതേ, എനിക്ക് പോവാനൊരു സ്ഥലമില്ല. അപ്പോൾ ഉടനെ ഗീതു പറയണം, പോവാൻ സ്ഥലമില്ലെങ്കിലേ തെരുവുണ്ട്, അങ്ങോട്ടേക്ക് നീ പോ. ഈ ഒരു കാര്യം രഞ്ജുവിനോട് പറയരുതെന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞു കൊടുത്തില്ലേ, നിനക്കതുകൊണ്ട് ഒരു നേട്ടമില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഈ വീട്ടിൽ ഇനി താമസിക്കണ്ട എന്നിങ്ങനെ പറയണം. ഉടനെ തന്നെ ഗീതുവിൻ്റെ കാൽക്കൽ വീഴുകയാണ് നമ്മുടെ കാഞ്ചന. അതിനുശേഷം കാഞ്ചന പറയണം, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലേ ഗീതു പാപ്പ, ഇതെന്നോട് രാധിക മാമി താൻ പറഞ്ഞത് രഞ്ജി പാപ്പാരുടെ അടുത്ത് ഈ അസുഖത്തെക്കുറിച്ച് പറയണമെന്ന്, അല്ലാതെ എനിക്ക് അറിയില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഗീതുവിന് മനസ്സിലാവുകയാണ്, എല്ലാ കാര്യവും നന്നായിട്ട് ഗീതുവിന് മനസ്സിലാവുകയാണ്. ഇവരായിരുന്നു അല്ലേ ഇതിന് പിന്നിൽ, അവർക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് നമ്മുടെ രഞ്ജു വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഗീതു, ഞാൻ പറഞ്ഞ് മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് നീ എന്തിനാ കാഞ്ചനയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഏതോ ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അമോണിയ എന്നോ എന്നൊക്കെ. അത് പറഞ്ഞല്ലോ രഞ്ജു, അത് മീനിൽ അമോണിയ ഇട്ട കാര്യമാണ് കാഞ്ചനയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഉടനെ രഞ്ജി ചോദിക്കണം, അതല്ല ഗീതു, അപ്പോൾ പിന്നെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞത് എന്താ? പ്ലാസ്റ്റിക് അമോണിയ എന്നായിരുന്നു പറഞ്ഞത്, അപ്പോൾ അതെന്താ? ഉടനെ തന്നെ ഗീതു ഇങ്ങനെ നോക്കുകയാണ്, കാഞ്ചനയെ നോക്കുകയാണ്. എന്നിട്ട് കാഞ്ചനയോട് പറയണം, ഇത് പറഞ്ഞതേ കാഞ്ചനയല്ലേ പറഞ്ഞത് രഞ്ജു, അപ്പോൾ ഇതെന്താണെന്നുള്ള കാര്യം കാഞ്ചന തന്നെ പറഞ്ഞു കൊടുക്കും. കാഞ്ചനെ,
പറഞ്ഞു കൊടുക്ക് രഞ്ജുവിന്. അപ്പോൾ ഉടനെ കാഞ്ചന ഇങ്ങനെ നിന്ന് പരിങ്ങാണ്. എന്നിട്ട് കാഞ്ചന പറയണം, അതേ അത് പ്ലാസ്റ്റിക് അമോണിയ എന്ന് വെച്ചാലേ ഈ മീനുകൾ കടലിൽ കിടക്കുന്ന സമയത്തുണ്ടല്ലോ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കുകൾ കടലിൽ വരും. അന്തരീക്ഷ മലിനീകരണത്തിന് വേണ്ടിയിട്ടേ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, പൊട്ടത്തരങ്ങളാണ് പറയുന്നത്, ഇത്രയും പറയാണ്, പല ആളുകൾ ഈ വേസ്റ്റുകളെല്ലാം കൂടി ഉണ്ടല്ലോ വാരി കൂട്ടി കൂന കൂട്ടി കടലിൽ കൊണ്ടുവന്ന് കളയും. അപ്പോൾ ആ പ്ലാസ്റ്റിക്കുകളെല്ലാം മീനുകളല്ലേ തിന്നുന്നത്. അപ്പോൾ ആ പ്ലാസ്റ്റിക് തിന്ന മീനിന് അമോണിയ ഇട്ട് വെക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് ആ പ്ലാസ്റ്റിക് അമോണിയ എന്ന് പറഞ്ഞത്, പ്ലാസ്റ്റിക് അമോണിയ എന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് രഞ്ജുവിന് ഇങ്ങനെ ഒന്നും മനസ്സിലാവാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രഞ്ജു പറയണം, ഗീതു എനിക്ക് ആ മുറി പറ്റത്തില്ല, എനിക്ക് ഇത്തിരി അത്യാവശ്യം വെളിച്ചവും കാറ്റുമൊക്കെ ഉള്ള മുറി വേണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരികയാണ്. ഗോവിന്ദ് പറയണം, ആഹാ രഞ്ജു നീ എന്താ ഇവിടെ, ഇവിടെ എന്നല്ല നീ എന്താ ഇവിടെ ഇറങ്ങി നിൽക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മുറിയിൽ പോയി റെസ്റ്റ് ചെയ്തുകൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിനോട് രഞ്ജു പറയണ, ഗോവിന്ദേട്ടാ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഗോവിന്ദേട്ടൻ പറഞ്ഞിട്ടല്ലേ? ആ അതെ, അതിനിപ്പോൾ എന്താ, അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അപ്പോൾ രഞ്ജു പറയണ, എന്നാൽ ഗോവിന്ദേട്ടാ ഈ വീട്ടിൽ, ഇത്രയും വലിയ വീട്ടിൽ എനിക്കൊരു നല്ലൊരു മുറി തരാനില്ലേ? നിനക്ക് മുറി തരാനില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? അല്ല ഗോവിന്ദേട്ടാ, ദേ ഈ കാഞ്ചന ഉണ്ടല്ലോ എന്നെ കൊണ്ടുവന്ന് ഒരു കുളുസ് മുറിയിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഫാനില്ല, ഫാൻ ഇട്ട് കഴിഞ്ഞാൽ കൊടുങ്കാറ്റാണ്, ലൈറ്റാണെങ്കിൽ ഇല്ല, പിന്നെ ജനലും വാതിലുകളും ഒന്നും തുറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മുറിയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അതിനകത്താണെങ്കിലുണ്ടല്ലോ ബാഡ് സ്മെല്ലും. എനിക്ക് പറ്റില്ല ഗോവിന്ദേട്ടാ, ആ മുറി എനിക്ക് തീരെ പറ്റില്ല. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണേ, എൻ്റെ രഞ്ജു നീ അതിനൊക്കെ പരാതി പറയേണ്ട കാര്യമില്ലല്ലോ, നിനക്ക് നല്ലൊരു മുറിയല്ലേ വേണ്ടു, അത് ഞാൻ റെഡിയാക്കി തരാം, ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നിനക്ക് വേണ്ടുന്ന മുറിയൊക്കെ ഞാൻ തരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് രഞ്ജു പറയണം, അതെ ഈ കാഞ്ചന പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എന്നെ ഒരു കുളുസു മുറിയിൽ കൊണ്ടുവന്ന് തള്ളി. അതിനുശേഷം കാഞ്ചന പറഞ്ഞത് എന്താണെന്നോ, ഈ വീട്ടിൽ വേറെ മുറിയൊന്നും ഒഴിവില്ലെന്നാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് കാഞ്ചനയെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, അല്ല കാഞ്ചനെ എന്താ ഈ വീട്ടിൽ എന്താ വേറെ മുറിയില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? മുകളിൽ തന്നെ ഉണ്ടല്ലോ 2 മുറി, നല്ല 2 മുറി ഫ്രീ ആയിട്ട് കിടക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കാഞ്ചന പറയണം, അത് മാമാ ആ മുറി കൊടുക്കാൻ പറ്റില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? നിന്നോട് ആരാ പറഞ്ഞത് ആ മുറി കൊടുക്കാൻ പറ്റില്ലെന്ന്? അതേ മാമ, രാധിക മാമി എന്നോട് പറഞ്ഞു, ഒരു മുറിയിൽ ഗോവിന്ദ മാമൻ്റെ അച്ഛൻ്റെ പ്രേതത്തെ ആവാഹിച്ച് വച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുമാത്രമല്ല പേയ് പിശാസ് അത് ആ മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീടുള്ളത് മറ്റേ മുറി, അതിൽ ഗോവിന്ദ മാമയുടെ അമ്മയുടെ പേയ് ഉണ്ടെന്ന്. എന്ത് പേയ് പിശാസ് ആ മുറിയിൽ ആവാഹിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് ചോദിക്കണം, ആര്? അത് രാധിക മാമി എന്ന് പറയുമ്പോൾ ഗോവിന്ദ് നന്നായിട്ട് അങ്ങ് ഞെട്ടുകയാണ്. അപ്പോൾ രഞ്ജി ചോദിക്കണം, ഗോവിന്ദേട്ടാ മരിച്ചുപോയ അച്ഛൻ്റെ ആത്മാവിനെ കൊണ്ടിരുത്തി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാം, ജീവിച്ചിരിക്കുന്ന അമ്മയെ കൂടെ ജീവനോടെ തന്നെ കത്തിച്ച് കളഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഗോവിന്ദിന് ഒന്നും പറയാൻ പറ്റുന്നില്ല, വിഷമാവുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പ്രിയമോൾ എഴുന്നള്ളുകയാണ്. പ്രിയമോൾ വന്നിട്ട് ഉടനെ പറയണേ, ആഹാ ഇവിടെ വന്ന് നിൽക്കുകയാണോ ഗോവിന്ദേട്ടാ? ഇവള് ചെയ്ത എന്താണെന്നറിയാമോ ഏട്ടന്? ഇവള് വന്ന പാടെ എൻ്റെ മുറി കൈക്കലാക്കി, എൻ്റെ മുറി ഞാൻ ഇവക്ക് കൊടുക്കോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അതിന് നിൻ്റെ മുറി ഇപ്പോൾ കൊടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഈ വീട്ടിൽ വേറെ മുറികളുണ്ടല്ലോ, അതിലേതിലെങ്കിലും രഞ്ജു കിടന്നോളും എന്നിങ്ങനെ പറയണം. അപ്പോൾ രഞ്ജു പറയണം, അത് ഗോവിന്ദേട്ടാ എനിക്ക് അങ്ങനെ ഇപ്പോൾ വേറൊരു മുറി വേണമെന്നില്ല, എനിക്ക് ഒരു മുറി വേണം, പക്ഷേ അതിൽ ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ഒക്കെ കയറണം, അങ്ങനെയുള്ളൊരു മുറി എനിക്ക് വേണം. ഇനി ഈ വീട്ടിൽ വേറൊരു മുറി തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ പുറത്ത് സെറ്റിയിലോ എവിടെയെങ്കിലും കിടന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയാണ്, നീ അങ്ങനെ പുറത്ത് കിടക്കേണ്ട ആവശ്യം എന്താ രഞ്ജു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ശരിക്കും പ്രിയമോൾ ആവശ്യമില്ലാത്തടന്ന് തിളക്കുകയാണ്. പ്രിയമോൾ പറയാണ്, ഇവളെ ഈ വീട്ടിൽ വന്ന് അധികാരം സ്ഥാപിക്കാൻ നിന്നാലുണ്ടല്ലോ ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല, എൻ്റെ മുറി ഞാൻ ഇവൾക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് പറയണേ. എന്നിട്ട് അതിനുശേഷം പറയണേ, ഇവളുണ്ടല്ലോ ഇവൾ ഈ വീട്ടിലെ വീട്ടമ്മ ചമഞ്ഞ് നിൽക്കുകയാണ്, എന്തായാലും ഗോവിന്ദേട്ടനെ ഇവളുമായിട്ട് ഉള്ള ഒരിടപാടിനും ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല, ഗോവിന്ദേട്ടൻ എൻ്റെതാണെന്നുള്ള എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യങ്ങളിലും ഇവൾ തൊടുന്നത് എനിക്കിഷ്ടമല്ല, അത് ഈ വീട്ടിലേതായാലും എൻ്റെ ഗോവിന്ദേട്ടനെ ആയാലും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം രഞ്ജുവിന് ശരിക്കും വിഷമം വരികയാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ എന്നിട്ട് പ്രിയമോള് പറയുകയാണ്,
എന്തായാലും ഇവള് എന്തായാലും എനിക്ക് അവകാശപ്പെട്ടതൊന്നും ഇവക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗോവിന്ദേട്ടനെ പോലും ഇവക്ക് കൊടുക്കുന്നതിനോട് എനിക്കിഷ്ടമല്ല. അന്ന് ഗോവിന്ദേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവള് ഗോവിന്ദേട്ടൻ്റെ പെങ്ങളെ പോലെയാണെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എന്തെങ്കിലും കഴിച്ച് ആത്മഹത്യ ചെയ്യാനാണ് എനിക്ക് തോന്നിയത് എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദന് വിഷമവുമാണ്, ദേഷ്യവും വരികയാണ്. അപ്പോൾ ഗോവിന്ദ് ഉടനെ തന്നെ പ്രിയമോളോട് പറയണം, പ്രിയേ നിർത്ത് എന്ന് പറയണം. നിൻ്റെ ഓരോ വാക്കിലും മൂർച്ചയുണ്ട് പ്രിയെ, നിൻ്റെ വാക്കുകൾക്ക് നല്ല മൂർച്ചയുണ്ട് പ്രിയെ. ആ വാക്കുകൾ മറ്റുള്ളവരെ കുത്തി വേദനിപ്പിക്കുന്നത് നീ മനസ്സിലാക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയണം, വിട്ടുകൊടുക്കില്ല പോലും. എന്ത് വിട്ടുകൊടുക്കില്ലെന്നാണ് നീ പറയുന്നത്? പ്രിയമോളോടാണ് ചോദിക്കുന്നത്. എന്ത് വിട്ടുകൊടുക്കില്ലെന്നാണ് നീ പറയുന്നത്? നമ്മളെല്ലാം അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നതൊന്നും ഒരിക്കലും നമ്മളതല്ല പ്രിയേ എന്ന് പറയണം. എന്നിട്ട് ഗോവിന്ദ് പറയണം, പിന്നെ മനുഷ്യൻ്റെ അഹങ്കാരം ഉണ്ടല്ലോ, എല്ലാം എൻ്റെതെന്നുള്ള അഹങ്കാരം ഇല്ലാതാവണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്യാൻസർ സെൻറ്റർ വാർഡിനകത്തൊന്ന് കയറി നോക്കണം. എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മളൊന്നും അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നതൊന്നും നമ്മുടേതല്ല എന്നിങ്ങനെ പറയണം. ജീവിക്കാനുള്ള കൊതി കൊണ്ടുള്ള ഓരോരുത്തരുടെയും ആ ഒരു രീതി ഉണ്ടല്ലോ, ഒരു നോട്ടം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തീരും ഈ അഹങ്കാരം എല്ലാം. നിങ്ങൾക്കൊന്നും ഇന്നേ വരെ ഒന്നിൻ്റെയും കുറവറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എല്ലാം ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ തർക്കിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടെ എന്നെ ഇങ്ങനെ അങ്ങ് വലിച്ച് കീറിയിട് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അതിനുശേഷം പുള്ളിക്കാരൻ പറയുകയാണ്, നിങ്ങൾക്കറിയാമോ ക്യാൻസർ വാർഡിനകത്ത് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയുകയാണ്, ജീവിച്ചിരുന്ന സമയത്തുണ്ടല്ലോ ധാരാളിച്ച് അഹങ്കരിച്ച് ജീവിച്ച ഒരാളാണ്. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ജീവന് വേണ്ടിയിട്ട്, ആയുസ് നിലനിർത്താൻ വേണ്ടിയിട്ട് കെഞ്ചുന്നത്, അവരുടെ ആ ഒരു നോട്ടത്തിൽ പോലുമുള്ള ആ ഒരു ദയവുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നുമല്ല, ആയുസിന് വേണ്ടിയിട്ട് നമ്മളും കൊതിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രിയമോള് ഒന്നും മനസ്സിലാവുന്നില്ല, പ്രിയയ്ക്ക് ആരുടെ കാര്യം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ രേഖ ചോദിക്കണേ, എന്താ ഗീതു, എന്താ ഗോവിന്ദേട്ടൻ അങ്ങനെ പറഞ്ഞത്, ആരാ ഈ ക്യാൻസർ പേഷ്യൻറ്റ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു കണ്ണുകൾ ഈറനണിയാണ്. ഗീതുവിന് സങ്കടം വരികയാണ്. ഗീതു രേഖയോട് പറയണം, രേഖേച്ചി അത് മറ്റാരുമല്ല എൻ്റെ അമ്മയാണ് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ പ്രിയമോള് ഞെട്ടിത്തരിച്ച് പോവുകയാണ്. ഗീതു കരയുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷമെന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ രഞ്ജുവിന് നല്ല വിഷമമാവുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക്. അങ്ങനെ പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയമോള് നേരെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ രാധികാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രാധികാമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയണം, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാധികാമ്മ പറയുകയാണ്, എനിക്കെന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ പ്രിയ പറയണം, അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് വിനോദിൻ്റെ അമ്മയുടെ കാര്യമാണ്. അവരാണല്ലോ എനിക്കിപ്പോൾ അമ്മ, അപ്പോൾ അവരുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാധികാമ്മ ഞെട്ടുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് പ്രിയമോള് പറയുകയാണ്, അല്ല വിനോദ് വിളിച്ച് വല്ലതും അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണം, എന്നോടൊന്നും പറഞ്ഞില്ല. നമ്മളാരും അമ്മ ഹോസ്പിറ്റലിൽ പോകണില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാധികാമ്മ പറയണം, നമ്മൾ പോവേണ്ട ആവശ്യം എന്താ, അവിടെ വിനോദ് നിൽപ്പുണ്ടല്ലോ, പിന്നെ പൈസ ചിലവാക്കാനും എല്ലാത്തിനും കണ്ണനുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയമോള് പറയണം, എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരത്തിന് നമ്മുടെ രഞ്ജു അങ്ങോട്ടേക്ക് വരികയാണ്. ഒപ്പം നമ്മുടെ ഗീതു ഒക്കെ ഉണ്ട്. അപ്പോൾ മുറിയുടെ കാര്യം തന്നെ അവിടെ വീണ്ടും ചർച്ചയാവുകയാണ്. അപ്പോൾ ഉടനെ ഗീതു പറയണം, അല്ല രാധികാമ്മേ, രഞ്ജുവിന് ഇവിടെ മുറി കൊടുക്കാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? മുകളിലത്തെ 2 മുറിയിലും 2 ആത്മാക്കളെ വെച്ചിരിക്കുകയാണെന്നൊക്കെ ഇത് ആരാ പറഞ്ഞത്? അതെ, ഒരു കാര്യമുണ്ട്, രഞ്ജുവിന് ഇവിടെ നല്ലൊരു മുറി കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇഷ്ടംപോലെ മുറികളുണ്ടല്ലോ, രാധികാമ്മയുടെ മുറി അങ്ങ് കൊടുക്ക്, രഞ്ജു അവിടെ കയറി താമസിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാനും കണ്ണേട്ടനും ഞങ്ങളുടെ മുറി കൊടുക്കാം. അപ്പോൾ ഉടനെ രേഖ പറയണം, അത് വേണ്ട ഗീതു മോളെ, എൻ്റെ മുറിയില്ലേ, ഞാനും അരുണേട്ടനും ഉപയോഗിക്കുന്ന മുറിയിൽ രഞ്ജു കിടന്നോട്ടെ, ഞങ്ങൾ വേറൊരു മുറിയിലേക്ക് മാറാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ഉടനെ പറയണം, എന്തായാലും രഞ്ജുവിന് നല്ലൊരു മുറി കിട്ടണം, അല്ലെങ്കിൽ മുറി കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കണ്ണേട്ട മുറിയിലുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഈ ഫോൺ എടുത്തിട്ടാണേ, ഈ ഫോണിൽ ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, അതൊന്ന് കണ്ണേട്ടനെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമാവും. അതൊന്ന് കാണിച്ചിട്ട് ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ളത് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ നമ്മുടെ രാധികാമ്മ ഞെട്ടിപ്പോവുകയാണ്. പെട്ടെന്ന് തന്നെ രാധികാമ്മയ്ക്ക് മാനസാന്തരം വരികയാണ്. രാധികാമ്മ പറയുകയാണ്,
അതിപ്പോൾ രഞ്ജുവിന് ഇവിടെ കുറച്ച് ദിവസം താമസിക്കാൻ ഒരു മുറിക്ക് എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ആ മുറി അവിടെ മുകളിൽ 2 മുറിയുണ്ടല്ലോ, അതിൽ ഇഷ്ടപ്പെട്ട മുറി വേണമെങ്കിൽ രഞ്ജുവിന് എടുക്കാമല്ലോ, അല്ലെങ്കിൽ വേണ്ട. എൻ്റെ മുറിയിൽ എല്ലാ സൗകര്യവും ഉണ്ട്, എൻ്റെ മുറി രഞ്ജു ഉപയോഗിച്ചോട്ടെ, ഞാൻ വേറൊരു മുറിയിലേക്ക് മാറിക്കോളാം തൽക്കാലം എന്നിങ്ങനെ രാധികാമ്മ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരികയാണ്. ഗോവിന്ദ് ചോദിക്കണേ, എന്താ ഇവിടുത്തെ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒന്നും തീർന്നില്ലേ? അപ്പോൾ ഉടനെ പ്രിയമോളെ കാണുമ്പോഴത്തേക്ക് ഗോവിന്ദ് പ്രിയയുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് പ്രിയമോളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയണേ, എന്താ ഇവിടെ പ്രശ്നങ്ങൾ, എന്താ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഉടനെ എന്താണെന്ന് വെച്ചാൽ ഉടനെ നമ്മുടെ രാധികാമ്മ പറയുകയാണ്, അത് കണ്ണാ, രഞ്ജുവിൻ്റെ മുറിയുടെ കാര്യമില്ലേ, അത് രഞ്ജുവിൻ്റെ മുറിയിൽ കിടന്നോട്ടെ, ഞാൻ വേറൊരു മുറിയിലേക്ക് മാറിക്കൊടുക്കാം, മുറിയുടെ കാര്യത്തിന് എന്താ പ്രശ്നം എന്നും പറഞ്ഞിട്ട് നമ്മുടെ രാധികാമ്മ ഇങ്ങനെ എന്താ പറയുന്നത്, ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. രാധികാമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ രാധികാമ്മ ഗീതുവിനെ പേടിച്ച് മാത്രമാണ് ഇങ്ങനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത്, മുറി മാറാമെന്നൊക്കെ സമ്മതിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. ഗീതു ഇനി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുന്നതിന് അമ്മച്ചി ഇനി നമ്മുടെ രാധികാമ്മ തന്നെ ഇനി രഞ്ജുവിനോട് ആ കാര്യങ്ങളൊക്കെ രോഗകാര്യങ്ങളൊക്കെ പറയുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇനി നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂ വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ അതും കൂടിയൊക്കെ ഒന്ന് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.